എല്ലാവരും സുഖമല്ലേ? ഞാനിന്നൊരു തൈര് വട ഉണ്ടാക്കാൻ കാണിച്ചു തരാം. കൂടുതലും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ചെയ്യുന്നത്. ഇതിന് ഞാൻ 1 കപ്പ് ഉഴുന്ന് കുതിർത്തിട്ടുണ്ട്. അത് രാവിലെ കുതിർത്ത് വൈകുന്നേരം അരച്ചെടുക്കുക. കട്ടിയായിട്ട് അരച്ചിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഞാൻ ആ മാവ് എടുക്കുകയുള്ളൂ. എന്നിട്ട് ചുടാനാവുമ്പം അതിനകത്തേക്ക് 1 കഷ്ണം ഇഞ്ചിയും പച്ചമുളകും നൈസായി അരച്ചിട്ട് ചേർക്കുക. അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഹോൾ പെപ്പറും ഇടുക, ഉപ്പും ഇടുക. ഇത് നമ്മൾ ചുടുന്നതിൻ്റെ പാകത്തിനനുസരിച്ചിട്ട് വേണം, ആ ടൈമിനനുസരിച്ചിട്ട് വേണം നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ചുടാനാവുമ്പോൾ മാത്രമേ ഞാൻ ഈ പെപ്പറും ജിഞ്ചറും ചില്ലിയും ഇടുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് ഇതിനെ പൊരിക്കാൻ വെക്കുക. സൈഡിൽ ഞാനൊരു ബൗളിൽ കുറച്ച് കോൾഡ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമ്മളെ കൈ മുക്കാനാണ്, ഈ മാവ് ഈസി ആയിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. കട്ടി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് അരിപ്പൊടി ഇട്ടാൽ മതി, പുട്ടിൻ്റെ പൊടിയോ അങ്ങനെ എന്തെങ്കിലും. ഇത് ഉഴുന്ന് വടേൻ്റെ അതേ മാവ് തന്നെയാണ്. നമ്മൾ ഉഴുന്ന് വട ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള ഡിഫിക്കൽട്ടി അതിന് നടുവിലത്തെ ഹോൾസ് കിട്ടാത്തതാണ്. അപ്പം അത് ചെയ്യാൻ പറ്റാത്തവർ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും, വ്യത്യാസമൊന്നുമില്ല, ഈസി ആയിട്ടും വരും. ഇതിനെല്ലാം പൊരിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം, കുറച്ചൊരു ടിഷ്യൂവിൽ വെച്ചിട്ട്. അപ്പോഴത്തേക്ക് നമുക്കൊരു വലിയ ബൗളിൽ ചൂടുവെള്ളം എടുക്കുക, അതിൽ കായപ്പൊടിയും ഉപ്പും ഇടുക. അപ്പോൾ നമ്മൾ ഈ വടേനെ ഈ ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഈ എക്സസ് ഓയിലും പോവും, വട സോഫ്റ്റ് ആവണം, അതാണ് ഇൻറ്റൻഷൻ. അപ്പം ഇത് കുറച്ച് നേരം ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ട് പിന്നെ നമ്മളത് ഡ്രെയിൻ ചെയ്ത് വെക്കണം. ഒരു 10 മിനിറ്റ് അതിലിരിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആവും. എന്നിട്ട് അതിനൊരു അരിപ്പയില എടുത്തിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വലി കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്യുക. ആ സൈഡിൽ നമ്മൾ തൈര് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. തൈര് എടുത്തിട്ട് അതിൽ നിറയെ ഷുഗർ ഇടുക. ഒരു അരക്കപ്പോളം ഷുഗർ ഇട്ടിട്ടുണ്ട് അത്രയും തൈരിന്. ഇതിപ്പോൾ ഞാൻ സൈഡിൽ വടേനെ ഡ്രെയിൻ ചെയ്യാൻ വെച്ചതാണ്. പിന്നെ ഒരു ചീനച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ ജീരകം നല്ലോണം ടോസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിനെ ഫൈനായിട്ട് പൊടിക്കുക. അപ്പോൾ നല്ല സ്മെല്ല് വരും. ആ ജീരകമാണ് ഈ തൈരിലിടേണ്ടത്. എന്നിട്ട് തൈരിലത് മിക്സ് ചെയ്തിട്ട് ഈ വടേൻ്റെ അകത്ത് അത് കോട്ട് ചെയ്യുക. ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ഇത് ചെയ്യും. ചിലർ കൂടുതൽ സ്പൈസി ആയിട്ടാണ് ചെയ്യുക. ഇത് കൂടുതലും സ്വീറ്റായിരിക്കും. പിന്നെ സ്പൈസി വേണ്ടുന്നവർക്ക് ടോപ്പിംഗ് ആയിട്ട് ചില്ലീസും സവാളയെല്ലാം ഇട്ടിട്ട് ചെയ്യാം. ഇതൊരു നല്ല കൂളിംഗ് ആയിട്ടുള്ളൊരു ഡിഷാണ്. എന്നിട്ട് ഇതപ്പം ആ ഡ്രെയിൻ ചെയ്ത വടേനെല്ലാം ഒരു ട്രേയിൽ നിരത്തിയിട്ട് തൈര് അതിൻ്റെ മേലെ കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക, റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് കഴിക്കാനാവുമ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഗാർണിഷ് ചെയ്യുക. അതിന് ഞാൻ ചെയ്തിട്ടുള്ളത് ആ ചുവപ്പ് കളറിലുള്ളത് ചില്ലി പൗഡറാണ്, ജസ്റ്റ് ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. പിന്നെ കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ഇട്ടിട്ടുണ്ട്. ടാമറിൻ സോസ് ഇടാം, പിന്നെ വേറെ ടൊമാറ്റോ സോസെല്ലാം ഇടാം. ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് കേട്ടോ.